ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു സ്നാക്സാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഞാനൊരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇതേപോലെ മുറിച്ച് ചെറുതാക്കി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി കയ്യിൽ കുറച്ച് ഓയിലിങ്ങനെ വീട്ടിയതിന് ശേഷം ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ഇഷ്ടപ്പെട്ട ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഒരു വലിയ നോസിൽ വെച്ചിട്ട് ഇതേ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിന് ഇതിനെ ആക്കി നമുക്ക് എടുക്കാം. ഞാൻ താപ്പം എല്ലാം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ബ്രെഡിനെ ഇതേപോലെ പൊടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ ഇത് കോട്ട് ചെയ്യാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 രീതിയിൽ ഇത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ആദ്യം കോട്ട് ചെയ്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. കളറൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രൗൺ കളർ ആകുന്നത് വരെ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ചിലവൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് മാത്രം മതി. കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനത് അങ്ങനെ 2 രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പാത്രം കാലിയാണെന്ന് അറിയത്തേയില്ല. നല്ല ക്രിസ്പി, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ പറയേണ്ട ഒരു രക്ഷയില്ല.